എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഡീനിയം പ്ലാന്റിൻ്റെ കോഡക്സ് വലിപ്പം വെപ്പിക്കുന്നതിനെ കുറിച്ചാണ്. പെട്ടെന്ന് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് പോകാം. അഡീനിയം ചെടിയുടെ പൂക്കൾ പോലെ തന്നെ ഒരു ഭംഗിയുള്ള ഭാഗമാണ് അതിൻ്റെ കോഡക്സ്. അതായത് അതിൻ്റെ തായ് വേര് അല്ലെങ്കിൽ മെയിൻ വേര് വളർന്നു വന്നാണ് അതങ്ങനെ ആ ഒരു ഷേപ്പിലേക്കായി മാറുന്നത്. അതിൻ്റെ വലിപ്പവും ബ്രാഞ്ചുകളുടെ എണ്ണവും അനുസരിച്ചൊക്കെയാണ് ചെടികൾക്ക് വില. വലിപ്പം എത്രത്തോളം കൂടാവോ അത്രത്തോളം ഭംഗി ഉണ്ട് ചെടിക്ക്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വലിപ്പം വെപ്പിക്കാനുള്ളൊരു ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് വലിപ്പം വെപ്പിക്കുമ്പോൾ ചെറിയ റിസ്കുകളും ഉണ്ട്. ചെടി നശിച്ചു പോകാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രമാണ് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടികൾ 5-6 എണ്ണമുള്ളവരൊന്നും ചെയ്യരുത്. കുറച്ചധികം ചെടികൾ ഉള്ളവരാണ് ചെയ്യാവുള്ളൂ. ഒരു മിനിമം ഒരു 10-15 ചെടികൾക്കൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സിനേക്കാളും എളുപ്പത്തിൽ കോഡക്സ് വളർത്താൻ പറ്റിയത് നാടൻ ചെടികളാണ്. അതായത് നമ്മുടെ സീഡ് പാകി മുളപ്പിച്ച ചെടികളാണ്. അവയൊക്കെയാണ് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഞാനതിന് മുമ്പൊരു ചെടി ഇവിടെ കാണിച്ചു തരാം. അത് നട്ടിട്ട് ഒരു 6 മാസമായതാണ്. ഇതിപ്പോൾ പുറത്ത് മണ്ണിലാണ് നട്ടു വെച്ചിരിക്കുന്നത്. മണലുണ്ട്, മണ്ണുണ്ട്, ചാണകപ്പൊടി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പോട്ടി മിക്സിലാണ് നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെടി പിന്നെ കോഡക്സ് പെട്ടെന്ന് വളരണമെങ്കിൽ ചെടി ആദ്യം നമ്മൾ ഇത് സീഡ് മുളച്ച് നമ്മൾ തന്നെ ബാഗി മുളപ്പിച്ച ചെടികൾക്കാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക. മേടിച്ച ചെടിക്ക് അത്ര റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചെടി ഒന്നെങ്കിൽ നമ്മൾ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്നൊരു സ്ഥലത്ത് നട്ടു വയ്ക്കുക. അതായത് മണ്ണിലോ സാധാ മണ്ണിലോ അല്ലെങ്കിൽ മണലിലോ മിക്സ് ചെയ്ത് നട്ടു വയ്ക്കുക. പോട്ടിലില്ലാട്ടോ, നമ്മൾ വലിയ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉള്ള സ്ഥലത്ത് നടണം. അപ്പോൾ നടാൻ ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് നമ്മളൊരു മഴക്കാലമൊക്കെ കുറഞ്ഞിട്ടായിരിക്കും. ഒരു ഒക്ടോബർ മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നട്ടു വയ്ക്കാവുള്ളൂ. ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞിട്ട് നട്ടു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അധികം മഴ ലഭിക്കില്ല. അപ്പോൾ നമ്മുടെ ചെടി അങ്ങ് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഇല്ല. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ജൂൺ മാസമൊക്കെ ആദ്യം ആകുമ്പോഴത്തേക്കും ഈ ചെടി നമ്മൾ പറിച്ചെടുക്കുക ഈ നട്ട സ്ഥലത്തു നിന്ന്. അപ്പോൾ നമുക്ക് കോഡക്സ് നമ്മൾ സാധാരണ ഒരു നോർമൽ പ്ലാന്റ് ഒരു 6 മാസം കൊണ്ട് വളരുന്ന വളർച്ച ഈ 6 മാസം കൊണ്ടൊരു 3 ഇരട്ടി വളർച്ച കിട്ടും. നല്ല വലിപ്പവും വയ്ക്കും. ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു ഐഡിയ ഇതാണ്. അപ്പോൾ ഈ ചെടി ഞാൻ അതുപോലെ ഇങ്ങനെ മണ്ണിൽ നട്ടു വെച്ച ചെടിയാണ്. ഇത് ചെടി എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വിത്ത് ഭാഗം മുളപ്പിച്ചിട്ട് ഏറ്റവും മോശം കുറച്ച് ചെടികൾ നമ്മൾ ആദ്യമൊന്നും ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുത്തില്ല. അപ്പോൾ തിരിവ് വന്ന ചെടികളാണിതില്ല ഈ നട്ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓർമ്മ പറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു വളർച്ച. ഇതിപ്പോൾ ഒരു 6 മാസത്തിൽ താഴെയാണ് ഈ ഇതിലേക്ക് നട്ടു വെച്ചിട്ട്. ഇത് പറിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊരു മാറ്റം ഉണ്ടെന്ന്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തൊരു ചെടിയായിരുന്നു. ഇതിന് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കോഡക്സ്. ഞാൻ പറിച്ച് നോക്കിയില്ല. ഇത് ഞാൻ ഉപേക്ഷിച്ച ചെടിയാണ്, കളഞ്ഞ ചെടിയാണ്. കാരണം അത് നമുക്കതിൻ്റെ പൂ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനെ പറിച്ച് കളഞ്ഞപ്പോൾ പിന്നെ ഇത് തടുത്തപ്പോൾ ചുമ്മാ വെറുതെ എടുത്ത് വെച്ചതാണ്. ഇതിനെ ഞാൻ പറിക്കുന്നില്ല. ഇത് പറിക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടോ വലിയ വലിപ്പമൊന്നുമില്ല. ചെടി നിസ്സാര വലിപ്പമുള്ള മുകളിലേക്ക്, അതായത് തിരിവ് ചെടിയാണ്, ഉപേക്ഷിച്ച ചെടിയായിരുന്നു. അപ്പോൾ ഞാനിതിനെ കാണിച്ചു തരാം, പറിച്ച് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ പറിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വേരധികം പൊട്ടിക്കാതെ പറിക്കണം. ഇതിപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ടാണ്, നല്ല ഇളക്കമുള്ള മണ്ണിലാണ് ചെടി നിൽക്കുന്നത്. ഞാൻ അതിനെ കുറച്ചുകൂടി മാന്തി എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാവും ഏകദേശം ഉണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ. ഈ ചെറിയ ചെടി ഇവിടെ കോഡക്സിൻ്റെ വലിപ്പം കണ്ടോ. അപ്പോൾ ഞാനിത് പൂർണ്ണമായിട്ടും പറിച്ചെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിനെ പൂർണ്ണമായും പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു മോശം ചെടിയായിരുന്നത്.
ഇതിനെങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കോഡക്സ് ഉണ്ട് വലിപ്പം വെച്ച് കിട്ടും. അപ്പം നിങ്ങൾക്ക് ചെടികൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഒത്തിരി ചെടികളിലായിട്ട് ചെയ്യാവുള്ളൂ, കൂടുതൽ ചെടികളോട് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് 1-2 ചെടികളൊന്നും ചെയ്യാൻ പോകരുത്. ചെടി ചിലപ്പോൾ പോകാനുള്ള ചാൻസും ഉണ്ട്. ഇത് തീർത്തും മോശം ചെടിയായിരുന്നുണ്ട്. ഇതിന് ഒത്തിരി വേരുകൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ ഒരു 6 മാസം അവിടെ നിർത്തുവാണെങ്കിൽ ഇവിടെ നല്ല വലിപ്പം വെച്ച് കിട്ടും, പെട്ടെന്ന് വളരും. അതാണ് പ്രത്യേകത. ഞാനിതൊന്ന് കഴുകി കാണിച്ചിരുന്നു നിങ്ങളെ. ഇതിനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് കണ്ടോ, ഒരു കുഞ്ഞു ചെടിയായിരുന്നത്. ഇതിൽ നിറച്ച് ബ്രാഞ്ചുമായിട്ടുണ്ട്. എൻ്റെ വലിപ്പം കണ്ടോ, പെട്ടെന്ന് വളർന്നു വരും. പിന്നെ ഈ കോഡക്സ് വലിപ്പം വെക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ട്, ഈ ഒരു ഭാഗം നമ്മൾ പരമാവധി മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തി തന്നെ വെക്കണം. ഇത് ഹാർഡായി പോകുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല സോഫ്റ്റാണ് ഈ സ്ഥലത്ത്. അപ്പോൾ നിങ്ങൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിപ്പം കുറഞ്ഞ കോഡക്സ് ഉള്ള ചെടിയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ കോഡക്സ് പൊക്കി വെച്ച് നടരുത്, താഴ്ത്തി തന്നെ വെച്ച് നടുക. എങ്കിലാണിത് പെട്ടെന്ന് താഴത്തേക്ക് വളർന്നു കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ കുഴപ്പമില്ല, പുതിയ വേരുകൾ വന്ന് ആ വേര് വളർന്നു വരണം. ഇതിൻ്റെ ശരിക്കും വേരാണ് ഇത് കോഡക്സ് എന്ന് പറഞ്ഞ സംഭവമായി വരുന്നത്. അപ്പോൾ നിങ്ങളിത് പരമാവധി താത്തി വയ്ക്കുകയാണെങ്കിൽ അടിയിലേക്ക് ഒത്തിരി വേര് അങ്ങനെ അധികം വളരുകയില്ല. ഇതിപ്പോൾ ഇത് വളർന്നു വരാനുള്ള കാരണം ഇത് അടിയിലേക്ക് ഒത്തിരി മണ്ണുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ താന്നു പോകാനുള്ള കാരണം പേര്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് അടിയിനത്തിൻ്റെ കോഡക്സ് വളർത്തിയെടുക്കാൻ പറ്റും. അതായത് ഒരു വർഷം കൊണ്ടൊക്കെ നല്ല ഇത്രയും വലിപ്പത്തിലേക്ക് ആക്കി എടുക്കാൻ പറ്റും. നമ്മളൊരു പോട്ടിൽ നട്ടാൽ ഒരിക്കലും പെട്ടെന്ന് ഇത്രയും വലിപ്പം വെക്കത്തില്ല. നിങ്ങൾ മഴ കുറയുമ്പോൾ കുറച്ച് ചെടികൾ പരീക്ഷിച്ച് നോക്കുക. ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയേക്കാൾ ഉത്തമം നാടൻ ചെടിയാണ്. ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചെടിക്ക് ഓൾറെഡി പുതിയൊരു ചെടിയാണ് നമ്മളതിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വളർച്ച കുറയും. അതതിൻ്റെ കോഡക്സിനെയും ബാധിക്കും വളർച്ച. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നാടൻ ചെടികൾ വിത്ത് പാകി മുളപ്പിച്ച ചെടിയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്. നിങ്ങൾ മേടിച്ച് നടുന്നതിനേക്കാളും വളർച്ച കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഈയിടെ പുതുതായിട്ട് വിളിഞ്ഞ ചെടികളാണ്, കളറുകളാണ്. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് സിംഗിൾ പെറ്റലാട്ടോ. ഇതൊരു പ്യുവർ റെഡാണ്. ഇത് സിംഗിൾ പെറ്റലാണ് കേട്ടോ. നല്ല കളറാണ് ഇതിൻ്റെ. വീഡിയോയിൽ അത്രയ്ക്കൊരു കളർ കിട്ടത്തില്ല. ഇതൊരു മൾട്ടി പെറ്റലാണ്. ഞാൻ ആദ്യമായിട്ട് മേടിച്ച ചെടികളുള്ളതാണ്. എനിക്കത്ര ഇഷ്ടമുള്ള ചെടിയൊന്നുമല്ല, എന്നാലും കളഞ്ഞിട്ടില്ല, കാരണം മേടിച്ച് വെച്ചെല്ലാം നിർത്തുന്നുണ്ട്. ഇതൊരു മൾട്ടി പെറ്റൽ വൈറ്റാണ്. നല്ല പൂവാണ്, അത്യാവശ്യം നല്ല പൂവാണ്. എഡ്ജിൽ ചെറിയ ഒരു റോസ് കളർ കയറി വരാറുണ്ട്. നല്ല വലിപ്പമുള്ള പൂവാണ്. ഇതിപ്പോൾ ചെറിയ പൂവാണ്. ഇതൊരു റെഡ് കളർ ഡബിൾ മൾട്ടി പെറ്റലാണ്. ഇത് മിനിയേച്ചർ, അതായത് ഫ്ലോറിബുണ്ട, അങ്ങനെയാണ് എൻ്റെ ഒരു പേര്. ഇതും ഹെവി ബ്ലൂമറാണ്, അതായത് നിറയെ പൂക്കളുണ്ടാവും. ഇതിപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയതാണ്. ഇതെന്നോട് ഒത്തിരി പേര് ചോദിച്ച ചെടിയാണ്, റൂബി ലവ്. ഇതിൽ സീഡ് ഉണ്ടായിട്ടുണ്ട്. ഈ സീഡ് ഇതേ കളറൊന്നും കിട്ടുമെന്ന് ഉറപ്പില്ല നമുക്ക്. എങ്കിലും നമ്മൾ പരമാവധി മുളപ്പിക്കാനുള്ള പരിപാടിയാണ്. കളർ കൊണ്ട് കിട്ടുമ്പോൾ അറിയാൻ പാടില്ല. ഏകദേശം ഒരു 6 മാസം കൊണ്ടറിയാം. ഇത് വിരിഞ്ഞ് കിട്ടുമ്പോൾ അറിയാം നമുക്ക് എന്ത് കളർ കിട്ടുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.